ഫോഴ്സിന്റെ പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ചേർന്നു. NHRACF നാഷണൽ ചെയർമാൻ കെ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്തുള്ള ചേംബർ ടവർ ഹാളിൽ ചേർന്ന യോഗത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. NHRACF നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മലപ്പുറം ജില്ലാ റീജിയണൽ കോർഡിനേറ്റർ ദീപ റാണി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ ഉമൈബാൻ, കരീം, ഉമാ വിജയൻ, സുമാ പ്രസാദ്, മുഹമ്മദ് അലി മണ്ണാർക്കാട്, അബ്ദുൽ ഖാദർ, സുബ്രഹ്മണ്യൻ പാലക്കുഴിയിൽ തുടങ്ങിയവരും മറ്റ് NHRACF മെമ്പർമാരും പങ്കെടുത്തു. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല സംസ്ഥാനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ വിദ്യാർത്ഥിയും ഇപ്പോൾ ലഹരിക്ക് അടിമ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, വളരെ ഭീകരമായ ഒരു സാഹചര്യം, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ലാഘവത്തോടുകൂടി ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, മനുഷ്യാവകാശ സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ എഴുതിത്തള്ളാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ലഹരി എവിടെ ആര് വിൽക്കുന്നത് കണ്ടാലും ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നേരിട്ട് എന്നെ അറിയിക്കാം, ഞാനത് എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിച്ചു കൊടുത്ത് നമുക്കതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം. പരമാവധി നമുക്ക് ശ്രമിക്കാം. അത്രയ്ക്ക് ലഹരിക്ക് അടിമകളായിക്കൊണ്ട് ആ വിദ്യാർത്ഥികൾ പോകുന്നത്. വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറുന്നതായിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ പഠിച്ചാൽ ശരിയാവില്ല എന്ന ഒരു ധാരണ രക്ഷിതാക്കളിൽ വന്നു ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ ദുഃഖകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ, രക്ഷിതാക്കൾക്ക് സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് പൈസ ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ സ്വന്തം അമ്മയുടെ കഴുത്തറക്കുന്ന മക്കള്, അച്ഛനെ ഉപദ്രവിക്കുന്ന, അച്ഛനെ കൊല ചെയ്യുന്ന മക്കള്, അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ നന്മയും മൂല്യങ്ങളും എല്ലാം ചോർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മോശമാക്കി പറയുന്നതിന്റെ ഭാഗമല്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ലഹരി അത്രമാത്രം കേരളത്തിൽ അത് വ്യാപകമായി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരും അതിൻ്റെ വാഹകരായിട്ട്